അധ്യായം 29. അയ്യോ, അരിയേലേ, അരിയേലേ, ദാവീദ് പാളയമിറങ്ങുന്ന നഗരമേ, ആണ്ടോടാണ്ട് കൂട്ടുവീൻ, ഉത്സവങ്ങൾ മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കട്ടെ. എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും, ദുഃഖവും വിലാപവും ഉണ്ടാകും, അതെനിക്ക് അരിയേലായി തന്നെ ഇരിക്കും. ഞാൻ നിനക്ക് വിരോധമായ ചുറ്റും പാളയമിറങ്ങി വാടകോരി നിന്നെ നിരോധിക്കുകയും നിന്റെ നേരെ കൊത്തളമുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നീ താണ് നിലത്ത് വീണ് സംസാരിക്കും, നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് പതുക്കെ വരും. വെളിച്ചപ്പാടിൻ്റേതുപോലെ നിന്റെ ഒച്ച നിലത്ത് നിന്ന് വരും, നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലയ്ക്കും. നിന്റെ ശത്രുക്കളുടെ സ്ഥലം നേരിയ പൊടി പോലെയും ഭീകരന്മാരുടെ കൂട്ടം പാറിപ്പോകുന്ന പതിറുപോലെയും ഇരിക്കും. അതൊരു ക്ഷണമാത്രം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും. ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജാലയുമായി അത് സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും. അരിയേലിന്റെ നേരെ യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം അതിനും അതിന്റെ കോട്ടയ്ക്കും നേരെ യുദ്ധം ചെയ്ത് അതിനെ വിഷമിപ്പിക്കുന്ന ഏവനും തന്നെ ഒരു സ്വപ്നം പോലെ, ഒരു രാത്രി ദർശനം പോലെയാകും. വിശന്നിരിക്കുന്നവൻ താൻ ഭക്ഷിക്കുന്നു എന്ന് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശന്നിരിക്കുന്നത് പോലെയും, ദാഹിച്ചിരിക്കുന്നവൻ താൻ പാനം ചെയ്യുന്നു സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ക്ഷീണിച്ചും ദാഹിച്ചും ഇരിക്കുന്നത് പോലെയും സിയോൻ പർവ്വതത്തോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളുടെയും കൂട്ടം ഇരിക്കും. വിസ്മയിച്ച് സ്തംഭിച്ചു പോകുവീൻ, അന്ധത പിടിച്ചു കുരുടരായിത്തീരുവീൻ. അവർ മത്തരായിരിക്കുന്നു, വീഞ്ഞുകൊണ്ടല്ലതാൻ. അവർ ചാഞ്ചാടി നടക്കുന്നു, മദ്യപാനം കൊണ്ടല്ലതാൻ. യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടമിട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തന്റെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വഹിയ, അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും. അല്ല, ആ പുസ്തകം അക്ഷരവിദ്യ ഇല്ലാത്തവന്റെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യ ഇല്ല എന്ന് പറയും. ഈ ജനം അടുത്തു വന്ന് വായ കൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റിവെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കി മാനുഷ്യ കൽപ്പനയത്ര. ഇതു കാരണത്താൽ ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുത പ്രവൃത്തി, അത്ഭുതവും ആശ്ചര്യവുമായ ഒരു പ്രവൃത്തി തന്നെ ചെയ്യും. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മാഞ്ഞുപോകുമെന്ന് കർത്താവ് അരുളിച്ചെയ്യും. തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചുവെക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും, അയ്യോ, ഇതെന്തൊരു മറിവ്! കുശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കാമോ? ഉണ്ടായതുണ്ടാക്കിയവനെ കുറിച്ച് അവൻ എന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവായത് ഉരുവാക്കിയവനെ കുറിച്ച് അതിന് ബുദ്ധിയില്ല എന്നും പറയുമോ? ഇനി അല്പകാലം കൊണ്ട് ലെബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ? അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങിക്കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രയേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. ഭീകരൻ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുന്നുവല്ലോ. മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാതിൽക്കൽ ന്യായം വിസ്തരിക്കുന്നവന് കെണിവയ്ക്കുകയും നീതിമാനെ നിസാരകാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതികേടിന് ജാഗ്രതയുള്ള ഏവരും ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗൃഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യാക്കോബിനെ രചിച്ചു പോകുകയില്ല, അവന്റെ മുഖമിനെ വിളറിപ്പോകുകയുമില്ല. എന്നാൽ അവൻ അവന്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എന്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എന്റെ നാമത്തെ വിശുദ്ധീകരിക്കും. അതേ, അവർ യാക്കോബിന്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. മനോവിഭ്രമമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർക്ക് ഉപദേശം പഠിക്കുകയും ചെയ്യും.